വാട്സ്ആപ്പ് ഗീസ് വോയിസ്മെയിൽ നാസിമാണ്. എന്തിനാണ് ബാങ്കുകളിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് വേണോ അല്ലെങ്കിൽ എടുക്കുന്നോ എന്ന് ചോദിച്ചു നിരന്തരം നമുക്ക് കോൾ വരുന്നത്. മാളുകളിലോ സൂപ്പർ മാർക്കറ്റിലോ പോയി കഴിയുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിച്ചു നമ്മുടെ അടുത്ത് വരുന്നത് എന്തിനാണ്? ക്രെഡിറ്റ് കാർഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇമെയിലുകളും പ്രൊമോഷണൽ കോളുകളും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എന്തിനാണ് വരുന്നത്? ബാങ്കുകാർക്ക് നമ്മളെ കൊണ്ട് ക്രെഡിറ്റ് കാർഡ് എടുപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉപകാരം? ഇനി ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിലുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ക്രെഡിറ്റ് കാർഡ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാം. ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം വീഡിയോയുടെ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഒരു വ്യക്തി ഒരു ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ഉപകാരമാണ് ബാങ്കിന് വരുന്നത്. ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആൾക്കുള്ള ഉപകാരം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം ബാങ്കിന് എന്തൊക്കെ ഉപകാരമാണ് വരുന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കിട്ടുന്ന കൊള്ള ലാഭം അല്ലെങ്കിൽ പലിശയാണ് ഇതിലെ ഫസ്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പലിശ വെറുതെ ഒന്നും കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു കാരണവശാൽ ക്രെഡിറ്റ് കാർഡ് ബിൽ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന വ്യക്തി തിരിച്ചടവ് മുടക്കി കഴിഞ്ഞാൽ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്കിന് കിട്ടുന്നത്. അത് ഏകദേശം 30 മുതൽ 52% വരെ പോകുന്നുണ്ട്. അത് വലിയൊരു ലാഭമായിട്ടാണ് ബാങ്കിന് വരുന്നത്. രണ്ടാമതായിട്ട് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ബാങ്കുകൾക്കുള്ള ഉപകാരം എന്ന് പറയുന്നത്, നമ്മൾ ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഒരു നിശ്ചിത ഫീസ് ബാങ്ക് ഈടാക്കുന്നുണ്ട്. ഈ ഒരു ഫീസ് പല ആളുകളും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ദിവസം 1-2 ആളുകളൊന്നും അല്ല ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. ചിലപ്പോൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളായിരിക്കും. ഇതിൽ നിന്നും ഒരു ചെറിയ ഒരു ഫീസ് ഇവർ ഈടാക്കി കഴിഞ്ഞാൽ ബാങ്കിന് നല്ലൊരു ബൾക്ക് ആയിട്ടുള്ള ഒരു എമൗണ്ട് ബാങ്കിലേക്ക് വരുമാനമായിട്ട് വരും. രണ്ടാമതായിട്ട് ബാങ്കിന് കിട്ടുന്ന ഉപകാരം അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയും. മൂന്നാമതായിട്ട് ക്രെഡിറ്റ് കാർഡ് വഴി ബാങ്കിന് വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഉപഭോക്താക്കളും ായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി അല്ലെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അനുവദിക്കുന്ന വഴി ചിലപ്പോൾ ഒരു FD അല്ലെങ്കിൽ നിരന്തരമുള്ള ട്രാൻസാക്ഷൻ ആ ഒരു ബാങ്ക് വഴി ആ ഒരു ഉപഭോക്താവ് നടത്തുകയും അതുവഴി നല്ലൊരു വരുമാനം ബാങ്കിന് കിട്ടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഒരു വ്യക്തി എടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഉപകാരം എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം എന്ന് പറയാം. നമുക്കൊരു നിശ്ചിത ദിവസത്തേക്ക് ഒരു ലോൺ ആയിട്ട് തന്നെയാണ് ഇത് അപ്രൂവ് ആകുന്നത്. പക്ഷേങ്കിൽ നോർമൽ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ക്യാഷ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. ക്രെഡിറ്റ് കാർഡ് വഴി നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി ചിലവാക്കുന്ന ക്യാഷ് നമുക്ക് ഇൻട്രസ്റ്റ് ആവശ്യമില്ല. അതൊരു നിശ്ചിത പീരീഡ് വരെയാണ്. ചില കമ്പനികൾ അല്ലെങ്കിൽ ചില ബാങ്കുകാർ നമുക്ക് 40 മുതൽ 52 ദിവസം വരെ തരുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ദിവസം കഴിഞ്ഞു പോയാൽ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന വ്യക്തിക്ക് എന്ത് ഉപകാരമാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ ഉപകാരം തന്നെയാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആൾക്കുള്ളത്. അതേപോലെ തന്നെ ഇത് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ വമ്പൻ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് നമ്മൾ പോവുകയും സാമ്പത്തിക ഭദ്രത നമുക്ക് വരുത്താൻ പറ്റാതെ വരികയും ചെയ്യും. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എല്ലാം ചിലപ്പോൾ പോയെന്ന് വരാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഒരു ബില്ലിംഗ് സൈക്കിൾ നമുക്ക് ബാങ്ക് തരുന്നുണ്ടായിരിക്കും. ഒരു 30 ദിവസമായിരിക്കും ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബില്ലിംഗ് ഡേറ്റിന് പുറമെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് ബാങ്ക് തരുന്നുണ്ടായിരിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും 30-ാം തീയതി ആണെങ്കിൽ ഈ ഒരു ഡ്യൂ ഡേറ്റ്, ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 12 തൊട്ട് 15 ദിവസം വരെ കൂട്ടിയായിരിക്കും തരുന്നത്. അപ്പോൾ ഏകദേശം 45 ദിവസം നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു 45 ദിവസത്തിനുള്ളിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്യാഷ് മാത്രം ബാങ്കിന് ഈ ഒരു ക്രെഡിറ്റ് കാർഡിലേക്ക് റിട്ടേൺ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് ഗുണം തന്നെയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡ് ഉള്ള ആളുകളും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്രെഡിറ്റ് കാർഡ് വളരെ ബുദ്ധിപരവും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോർ കൂടുകയും ഭാവിയിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ആകുകയും നല്ല ലോൺ ഒക്കെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് നിങ്ങൾ ബുദ്ധിപരമായിട്ടും അതേപോലെ തന്നെ സൂക്ഷിച്ചും മാത്രം ചെലവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിന്റെ 30% തൊട്ട് 40% വരെ മാത്രം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇത്തരത്തിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ആകാനും സിവിൽ സ്കോർ മെച്ചപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാക്സിമം 40% മുകളിലേക്ക് ഒരിക്കലും പോകരുത്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെങ്കിൽ അതിൽ 30 മുതൽ 40,000 രൂപ വരെ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അതിന് മുകളിലേക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ
അത് സിവിൽ സ്കോറിനെ ബാധിക്കുകയും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു നഷ്ടത്തിലേക്ക്, സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 30 മുതൽ 40% വരെ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ നിർത്താൻ പ്രത്യേകം ശ്രമിക്കുക. മൂന്നാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ATM വഴി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യരുത്. വലിയ ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. നോർമലായിട്ട് നമ്മുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോകുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും ഈ ഒരു ATM വിഡ്രോവലിനെ ഇവർ നൽകുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് 2 ബില്ലിംഗ് ഡേറ്റും അതേപോലെ തന്നെ ഡ്യൂ ഡേറ്റും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മിനിമം ഡ്യൂയും ഫുൾ ഡ്യൂ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡിൽ വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ മിനിമം ഡ്യൂ അടയ്ക്കരുത്. ഫുൾ ഡ്യൂ എവിടുന്നെങ്കിലും ക്യാഷ് ഉണ്ടാക്കി അടയ്ക്കുന്നതാണ് ബെറ്റർ. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് ഡ്യൂ എമൗണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള എമൗണ്ടിന്റെ അത്രയും തന്നെ ആ ഒരു എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് ബാങ്ക് ഈടാക്കുകയും ഇത് ബാങ്കിന് വരുമാനം വരുന്ന രീതിയിൽ ആകുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് തരുന്നതുകൊണ്ട് ബാങ്കുകൾക്കുള്ള ഉപകാരവും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഉപകാരം എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.